സർവത്ര ദേവീ നാമ സങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. അല്പം പോലും എനിക്കു ദൈവഭജനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ കെൽപ്പോടൈഹിക ജീവിതത്തിൽ മുഴുകിക്കാലം കഴിച്ചു വൃഥാ. അല്പജ്ഞൻ മമ ജീവിതാന്ത്യസമയേ ആത്മീയ രക്ഷാർഹമായി നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ. പരമേ ഭയം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യ പാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം. വസിഷ്ഠനും നിമിയും പരസ്പരം ശപിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ ജനമേജയൻ ചോദിച്ചതിനെ അവിടെ വ്യാസൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. ത്രിഗുണങ്ങൾ മായയ്ക്ക് അധീനമാണ്, മായ ദേവിക്ക് അധീനമാണ് എന്നുള്ളത് കൊണ്ട് ത്രിഗുണങ്ങളിൽ നിന്നും ആ മായയിൽ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ദേവിയെ ഭജിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക മാർഗം എന്ന് പറഞ്ഞു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മൾ ചില നാട്ടിലെ വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഗേറ്റിൽ എഴുതി വയ്ക്കാറുണ്ട്, പട്ടിയുണ്ട് അല്ലെങ്കിൽ നായയുണ്ട്, സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വയ്ക്കും. ബിവെയർ ഓഫ് ഡോഗ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കും. അത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഗേറ്റ് തുറന്ന് നേരകത്തേക്ക് കിടക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ കിടക്കില്ല. കാരണം ഉള്ളിൽ പട്ടിയുണ്ട്, നായയുണ്ട്, കടന്നാൽ കടിക്കും എന്നുള്ള ഭയം നമുക്കറിയാം. അവിടെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്ന ബെല്ലടിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ഗൃഹത്തിലുള്ള ഗൃഹനായകനെയോ നായികയെയോ ആരെങ്കിലും നമുക്കറിഞ്ഞവരെ പേര് കൊണ്ട് വിളിക്കും. വിളിക്കുന്ന സമയത്ത്, നമ്മുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നായ കുരയ്ക്കുമെന്നുണ്ടെങ്കിലും ഗൃഹനാഥൻ പുറത്തേക്ക് വരും. ആളെ കണ്ടു ഉടനെ നായയോട് മിണ്ടാതിരിക്കാൻ പറയും. നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോഴേ ആ നായ നമ്മളെ ഒന്നും ചെയ്യണില്ല. കാരണം നായയ്ക്ക് മനസ്സിലായി ഇത് ഗൃഹനാഥൻ്റെ ഉറ്റ ബന്ധുക്കളാണ് അല്ലെങ്കിൽ മിത്രങ്ങളാണ്, അവരെ നമ്മളൊന്നും ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഗൃഹനാഥൻ്റെ സമ്മതത്തോടുകൂടി അറിവോടുകൂടി ഗൃഹനാഥൻ കൊണ്ടുപോയിരിക്കുകയാണ്, കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാവുമ്പോൾ നായ അതിൻ്റെ കുരച്ചൽ നിർത്തി അതിൻ്റെ സ്ഥാനത്ത് പോയി തന്നെ കിടക്കും. ഇതേമാതിരിയാണ് ദേവിയുടെ അധീനത്തിലിരിക്കുന്ന മായയും ആ മായയുടെ അധീനത്തിലിരിക്കുന്ന ത്രിഗുണങ്ങളും. എപ്പോഴാണോ ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നത് അപ്പോൾ മാത്രമേ ഇതിൽ നിന്നും പുറത്തു ചാടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാന്തോഭിനമുച്യന്തേ ഹരിബ്രഹ്മഹരാധയ പാമര അഭിമുച്യന്തേ യഥാ സത്യവ്രതാധയ. ഉദാഹരണമായിട്ട് പറയുകയാണ് ഇവിടെ. ഹേ ജനമേജയ, മഹാത്മാക്കളാണ് എന്നുണ്ടെങ്കിലും ത്രിമൂർത്തികളാണ് എന്നുണ്ടെങ്കിലും ഹരിയും ബ്രഹ്മാവും ഹരനും പോലും ദേവിയുടെ ഈ മായയിൽ നിന്നും മുക്തരല്ല. മൂഢന്മാരാണ് എന്നുണ്ടെങ്കിലും സത്യവ്രതാദികൾ പോലും ഇതിൽ നിന്നും മുക്തരായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദേവിയുടെ മനസ്സറിയുന്ന ആരും തന്നെ 3 ലോകത്തിലും ഇല്ല. എന്നാലും ഭക്തർക്ക് വിധേയയായി തീരും ആ പരാശക്തി എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ദോഷങ്ങൾ വേരോടെ പിഴുതുകളയാൻ ആ ദേവിയിലുള്ള ഭക്തിയെ നമ്മൾ ദൃഢമായിട്ട് ഉറപ്പിക്കണം. രാഗം, ദംഭം എന്നിവയോട് കൂടിയതാണ് ആ ഭക്തിയെങ്കിൽ അത് നാശത്തിന് കാരണമായിത്തീരും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ പറയാൻ തുടങ്ങണു കഥ. ഇക്ഷ്വാകുകുല സംഭൂതോ നിമിർനാമ നരാധിപ രൂപവാൻ ഗുണസമ്പന്നോ ധർമ്മജ്ഞോ ലോകരഞ്ജക. സാധാരണഗതിയിൽ എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നുള്ളതിനെ ഇതിനു മുമ്പിലുള്ള ഏതാനും ശ്ലോകങ്ങളിൽ കൂടി ജനമേജയന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് ശേഷം ആ ചോദ്യങ്ങളിലേക്ക്, അതിൻ്റെ ഉത്തരങ്ങളിലേക്ക്, ഈ പ്രസ്തുത സംശയമായിട്ടുള്ള ഇവർ രണ്ടുപേരും തമ്മിൽ ക്രോധിക്കാനും ശപിക്കാനുമുള്ള കാരണത്തിലേക്കാണ് ഇനി ഇതാ ഇവിടെ നിന്ന് വ്യാസൻ കിടക്കുന്നത്. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച നിമി മഹാരാജാവ് രൂപ സൗന്ദര്യം ഒക്കെ ഉള്ളവനും ഗുണസമ്പന്നനും ധർമ്മജ്ഞനും ഒക്കെ ആയിട്ടുള്ള രാജാവായിരുന്നു.
സത്യസന്ധനാണ്, ദാനതൽപരനാണ്, യാഗം യജ്ഞം മുതലായിട്ടുള്ളവ ധാരാളം നടത്തുന്നവനായിരുന്നു. ഇക്ഷ്വാകുപുത്രന്മാരിൽ 12ാമനും ബുദ്ധിമാനും പ്രജാതൽപരനും ആയിരുന്നു ഈ നിമി എന്നവിടെ പറയണു. അദ്ദേഹം ഗൗതമ ആശ്രമത്തിനടുത്ത് അദ്ദേഹം ബ്രാഹ്മണരുടെ ഹിതത്തിനു വേണ്ടി ജയം എന്ന പുരനാമത്തോടെ ഒരു അഗ്രഹാരം പണിയിച്ചു. അനേകം ദക്ഷിണകളോട് കൂടിയതും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു യജ്ഞം തനിക്ക് ചെയ്യണം എന്ന ഒരു വിചാരം അദ്ദേഹത്തിന് മനസ്സിൽ വന്നു. യജ്ഞകാര്യത്തിന് വേണ്ടി പിതാവായ ഇക്ഷ്വാകുവിനെ ചെന്ന് കണ്ട് അച്ഛൻ്റെ അനുജ്ഞ വാങ്ങിയതിനു ശേഷം മഹാന്മാർ നിശ്ചയിച്ച പ്രകാരം യജ്ഞം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഭൃഗു, അംഗീരസ്, വാമദേവൻ, ഗൗതമൻ, വസിഷ്ഠൻ, പുലസ്ത്യൻ, ഋചീകൻ, പുലഹൻ, ക്രതു തുടങ്ങിയ സർവജ്ഞരും യജ്ഞാദികർമ്മങ്ങളിൽ നിപുണരും വിദഗ്ധരും വിത്തമന്മാരുമായിട്ടുള്ള മുനിമാരെയൊക്കെ ഇതാ ക്ഷണിച്ചു വരുത്തി. ഒരുക്കങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ധർമ്മജ്ഞനായിട്ടുള്ള രാജാവ് തൻ്റെ കുലഗുരുവോ കൂടിയായിട്ടുള്ള വസിഷ്ഠനെ പൂജിച്ച് അദ്ദേഹത്തിനെ നമസ്കരിച്ച് വിനയത്തോടുകൂടി പറഞ്ഞു, യജേയം മുനിശാർദൂല യാജയസ്വകൃപാനിധേ ഗുരുസ്ത്വം കാര്യം മേ കുരു സാമ്പ്രതം. എനിക്ക് യാഗം ചെയ്യണം, അതുകൊണ്ട് അങ്ങ് കുലഗുരുവായിട്ടുള്ള അങ്ങ് അത് മുന്നിലിരുന്നു കൊണ്ട് ചെയ്യിപ്പിച്ചു തരണം. ഗുരുവായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള അങ്ങേക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഈ യാഗം അങ്ങ് നടത്തിത്തരണമെന്ന് കുലഗുരുവിനെ വന്നിച്ച് പൂജിച്ച് വസിഷ്ഠനോട് നിമി പ്രാർത്ഥിച്ചു. യജ്ഞ ഉപകരണങ്ങളെല്ലാം ശുദ്ധി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 5000 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞം ദീക്ഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് പറയണത്. അപ്പം എത്ര വർഷമാണ്? 5000 വർഷം എന്നാണ്. 5 വർഷ സഹസ്രം തു ദീക്ഷാം കർത്തും മതിഷ്ഠമേ എന്നെടുത്തു പറയുന്നുണ്ട്. 5000 വർഷം ശ്രീമദ് ഭാഗവത പുരാണത്തിൽ അങ്ങനെ പറയണില്ല. ഇവിടെ ദേവി ഭാഗവതത്തിൽ 5000 വർഷം നീണ്ടു നിന്ന് ആ യജ്ഞം നടത്തണം എന്നാണ് നിമി ആഗ്രഹിച്ചത് എന്ന് പറയുന്നു. ജഗദംബികയായിട്ടുള്ള ആ ദേവിയെ ഏത് യജ്ഞത്തിലൂടെയാണ് ആരാധിക്കേണ്ടത്? ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ വിധിപൂർവമായ യജ്ഞം അങ്ങ് പറയുന്നത് മാതിരി ചെയ്യാം എന്നൊക്കെ നിമി രാജാവ് വസിഷ്ഠനോട് അപേക്ഷിച്ചു. നിമി ഇങ്ങനെ അപേക്ഷിച്ചത് കേട്ട വസിഷ്ഠൻ അദ്ദേഹത്തോട് പറഞ്ഞു, രാജൻ, യജ്ഞത്തിന് വേണ്ടി ദേവേന്ദ്രൻ എന്നെ നേരത്തെ തന്നെ വരിച്ചിരിക്കണു എന്നാണ് ആദ്യം പറഞ്ഞത്. ഇന്ദ്രേണാഹം വ്രത പൂർവം യജ്ഞാർത്ഥം നൃപസത്തമ. എന്നെ ഒരു യജ്ഞം ചെയ്യാനായിക്കൊണ്ട് മുമ്പ് തന്നെ ഇതാ ദേവേന്ദ്രൻ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. പരാശക്തി യജ്ഞം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആ ദേവേന്ദ്രനും. 500 വർഷത്തേക്കുള്ള യജ്ഞദീക്ഷ ഞാൻ ആ ദേവന് ആയിക്കൊണ്ട് ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും കാലം അങ്ങ് കാത്തിരിക്കുക. ഇന്ദ്രയജ്ഞം പൂർത്തിയായിട്ട് ഇന്ദ്രകാര്യം നിറവേറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരാം. അത്രയും കാലം അങ്ങ് ഈ യജ്ഞത്തിനെ നീട്ടിവയ്ക്കുക എന്നാണ് ഇവിടെ ഗുരുവായിട്ടുള്ള വസിഷ്ഠൻ നിമിയോട് പറയുന്നത്. അപ്പോൾ യജ്ഞം നടത്തിത്തരണമെന്ന് കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനോട് പറഞ്ഞപ്പോൾ ദേവിയെ പ്രീതിപ്പെടുത്താൻ എത്രയും കാലം 5000 കാലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ചെയ്യണം എന്ന് ഇന്ദ്രൻ മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു. അതനുസരിച്ച് യജ്ഞദീക്ഷ ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞു. ഞാൻ ആ യജ്ഞം തുടങ്ങാൻ പോവുകയാണ്. ആ യജ്ഞം കഴിഞ്ഞു വന്നതിന് ശേഷം ഞാൻ അങ്ങയുടെ യജ്ഞം ചെയ്തു തരാം. അതുകൊണ്ട് 5000 വർഷം അങ്ങ് കാത്തിരിക്കൂ എന്നാണ് വസിഷ്ഠന്റെ നിമിയുടെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ നിമിയോട് പറഞ്ഞത് എന്ന് പറയുകയാണ്. വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട രാജാവ് എന്താ പറഞ്ഞത്, നിമി എന്താ പറഞ്ഞത്, എന്താ ചെയ്തത് എന്നുള്ളത് നമുക്ക് നാളെ സമയം കഴിഞ്ഞത് കാരണം കൊണ്ട് അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീഹരയേ നമഃ.